പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളായ നമ്മുടെ മക്കള് അറിഞ്ഞു ജീവിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം. മാമോദിസായിലൂടെ നമ്മളും നമ്മുടെ മക്കളും വലിയൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ട മക്കളാണ്. നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ള മതവിഭാഗത്തിൽപ്പെട്ടവരെ പോലെയോ മറ്റുള്ള മക്കളെ പോലെയോ അല്ല. മാമോദിസായിലൂടെ ഈ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മ വന്ന് വാസമർപ്പിച്ചു. നമുക്ക് ദൈവത്തിന്റെ മക്കളുടെ സ്ഥാനം കിട്ടി. സ്വർഗത്തിന്റെ പൗരത്വമുള്ള മക്കളായിട്ട് മാറി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോകേണ്ട ശരീരമായി തീർന്നു നമ്മുടെ ശരീരങ്ങൾ. അതുകൊണ്ട് ഈ ഒരു അറിവ് നമ്മുടെ മക്കൾക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണം. ഇത് അറിവുണ്ടെങ്കിൽ ഈ മാമോദിസായുടെ ഒരു അടിസ്ഥാനത്തിന്റെ അറിവും അതിലൂടെ നമ്മിൽ സംഭവിച്ച കാര്യങ്ങളും അതറിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മക്കള് ജഡിക പാപത്തിന്റെ പിന്നാലെയോ മദ്യത്തിന്റെ പിന്നാലെയോ അല്ലെങ്കിൽ കുട്ടികെട്ടിന്റെ പിന്നാലെയോ ശരീരത്തെ നശിപ്പിക്കുന്ന വസ്ത്രധാരണത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ആത്മാവിനെ നശിപ്പിക്കുന്ന ശരീരത്തിന്റെ ഒരു പ്രവൃത്തിക്കും നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾ ഒരിക്കലും അനുവദിക്കത്തില്ല. ഈ ഒരു അറിവ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാവണം. മാമോദിസായുടെ വ്യത്യസ്തത, അഭിഷേകം, കരുത്ത്, ശക്തി, സ്വർഗത്തിന്റെ പൗരത്വം ഇതൊക്കെ നമുക്ക് ലഭിച്ചതാ, നമ്മുടെ മക്കൾക്ക് ലഭിച്ചതാ. അതറിയണം. അതറിഞ്ഞാ പിന്നെ മിശ്ര വിവാഹം, അന്യ മതസ്ഥരുമായിട്ടുള്ള പ്രേമ കല്യാണം, അല്ലെങ്കിൽ എന്താ പറയുക രജിസ്റ്റർ മാരേജ്, ലിവിങ് ടുഗദർ, ജഡിക പാപങ്ങള്, പബ്ബി പോക്ക്, കമ്പനി കൂടുതല്, ഈ ശരീരം നമുക്കറിയാലോ. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഈ അറിവുണ്ടെങ്കിൽ നമ്മളോ നമ്മുടെ മക്കളോ ഒരു പാപം ഈ ശരീരത്തിൽ ചെയ്യില്ല. ദൈവാത്മാവിന്റെ സാന്നിധ്യമുള്ള ദൈവാലയം, കർത്താവിന്റെ രക്തത്തിന് വില കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവരും വാങ്ങിക്കപ്പെട്ടവരും. 1 കൊരിന്ത്യർ 6:19-20 പറഞ്ഞുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. യേശുവിന്റെ കുരിശുമരണത്തിന്റെ തിരുരക്തത്തിന്റെ പീഡാസഹനത്തിന്റെ വിലയുണ്ട് മക്കളെ. മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച ദൈവമക്കളുടെ സ്ഥാനം അതറിഞ്ഞാ പിന്നെ നമ്മൾ ആരും ഒരു പാപം ചെയ്യില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ഒരു അറിവ് അനുഭവിച്ച് അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം അത് അറിഞ്ഞ് ജീവിക്കാൻ. ദൈവത്തിന്റെ ആലയം, പരിശുദ്ധാത്മാസിക്കുന്ന ആലയം, സ്വർഗത്തിൽ പോണ ശരീരം, ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ മക്കള്, സ്വർഗത്തിന്റെ പൗരത്വം. ഈ ലോകം എനിക്ക് നൈമിഷികമാണ്. അതുകൊണ്ട് വിശുദ്ധിയില്, ദൈവബന്ധത്തില്, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മ ബന്ധത്തില്, ദൈവകൃപയില്, ദൈവൈക്യത്തില് നമ്മുടെ മക്കൾ ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളെ പഠിപ്പിക്കും, സഹായിക്കും, ശക്തിപ്പെടുത്തും, വിശുദ്ധീകരിക്കും, എല്ലാം നൽകി അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ ഒരു അറിവ് മാമോദിസായിലൂടെ ലഭിച്ച ഈ അറിവ് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ അറിവിൽ ജീവിക്കാനുള്ള ഭാഗ്യം, കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കണം, നമുക്ക് ലഭിക്കണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യാനുസരണത്തില് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തവണ ആളുകൾ കുറച്ച് കുറവാ. ആളുകൾക്ക് ധ്യാനം കൂടാനും വചനം കേൾക്കാനൊക്കെ പറ്റാത്ത വിധം ഒത്തിരി പ്രോഗ്രാമുകളാണ്. പെരുന്നാളുകളും കല്യാണങ്ങളും പരീക്ഷകളൊക്കെ. എന്തുമാകട്ടെ, കുറെ മക്കളുണ്ട്, ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിനിടയിലാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അടുത്ത ധ്യാനം 20-22 നേരത്തെ കൂട്ടി ധ്യാനമൊക്കെ ബുക്ക് ചെയ്യുക. മക്കളെ പറഞ്ഞു വിടുക. ഇത്തവണ കുറെ യുവമക്കളുണ്ട്, നന്നായിട്ട് മക്കൾ ധ്യാനം കൂടുന്നുണ്ട്. ഇന്ന് പാപപരിഹാരം ബലിയൊക്കെ അർപ്പിച്ച് കർത്താവിന്റെ മക്കൾ ഈശോയെ സ്വന്തമാക്കി നിൽക്കണ കാണുമ്പോ മുട്ടുകുത്തി നാവിലൊക്കെ നമ്മുടെ മക്കൾ ഈശോയെ സ്വീകരിച്ച്, ചില മക്കൾ കരഞ്ഞുകൊണ്ട് വന്ന ഈശോയെ സ്വീകരിക്കുന്ന തിരിച്ചറിവോടെ. ഈ തിരിച്ചറിവാണ് നമ്മുടെ ധ്യാനത്തിന്റെ ശക്തീകരണം, വിടുതല്, പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന അഭിഷേകം. ചില അറിവുകൾ അറിയാതെ ജീവിക്കുന്ന വിശ്വാസം അപകടകരമാണെങ്കിൽ അറിഞ്ഞ് ജീവിക്കുന്ന വിശ്വാസം അനുഗ്രഹദായകമാണ്. അതാണ് ഞാൻ കാണുന്ന ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മക്കളുടെ വലിയ അഭിഷേകം. ഇവിടെ മക്കളെ അറിഞ്ഞ് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരസ്പരം പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക.
അറിഞ്ഞ് ജീവിക്കുന്ന വിശ്വാസം അനുഗ്രഹദായകമാണ്. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളെല്ലാ മക്കളെയും അങ്ങേ തിരുസനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അറിയാതെ ജീവിക്കുന്ന വിശ്വാസം അപകടകരമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ കുറെ അറിവുകൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അറിയുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചറിവിലേക്ക് ഞങ്ങൾ നയിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുമ്പോ, അറിഞ്ഞു ജീവിക്കുന്ന വിശ്വാസം അനുഗ്രഹദായകമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന കർത്താവെ, ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. യഥാർത്ഥമായ അറിവ് കർത്താവെ പ്രകാശത്തിലൂടെ, ദൈവിക ജ്ഞാനത്തിലൂടെ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ശരീരത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, തിരഞ്ഞെടുപ്പിനെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച് ആഴപ്പെട്ട ബോധ്യങ്ങൾ, അറിവ് നൽകി ഞങ്ങളുടെ മക്കളെ അങ്ങയിൽ ഉറപ്പിക്കണമേ, അങ്ങയുടെ കരുണയിൽ ഉറപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഈശോസൂട്ടിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അറിവ് കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് ലഭിച്ചാൽ ഞങ്ങളുടെ മക്കൾ ആരും നശിച്ചു പോകത്തില്ല, പാപം ചെയ്യില്ല, വഴിപഴച്ചു പോകത്തില്ല. ഈ അറിവിൽ ഞങ്ങളുടെ മക്കൾ ഉറപ്പിക്കണമേ. അങ്ങയുടെ പ്രകാശം അതിനുവേണ്ടി ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളിലേക്ക് അയക്കണമേ. അടഞ്ഞു പോയ വാതിലുകൾ അങ്ങ് തുറക്കണമേ. തുറന്നു കിടക്കുന്ന നാശത്തിന്റെ വാതിലുകൾ അടയ്ക്കണമേ. യഥാർത്ഥമായ പ്രകാശം ഞങ്ങളുടെ മക്കൾ കാണട്ടെ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവിടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു, എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു, എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിക്കുന്നു. കർത്താവ് ഇപ്പൊ നടക്കുന്ന ധ്യാനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അനേകം മക്കള് ഈ ധ്യാനത്തിലേക്കും ഈ അറിവിലേക്കും ആകർഷിക്കപ്പെടാൻ, അങ്ങയെ സ്വന്തമാക്കി അങ്ങയുടെ സ്വന്തമായി ജീവിക്കാൻ, അങ്ങയുടെ ആലയങ്ങളെ പോലെ ജീവിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി അങ്ങ് ഒരുക്കുന്ന ശക്തീകരണ വിടുതൽ ധ്യാനം അനുഗ്രഹിക്കപ്പെടട്ടെ. അനേക ആയിരങ്ങൾ ആകർഷിക്കപ്പെടട്ടെ. ഈ ഭാഗ്യം ഈ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ മക്കളെല്ലാവരെയും സമർപ്പിക്കാം. പരീക്ഷ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കള്, പഠിക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, പലവട്ടം പരീക്ഷയിൽ തോറ്റിട്ടതിൽ വേദനിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ഈ തിരിച്ചറിവിൽ ഉറപ്പിക്കപ്പെട്ട് പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന ദൈവാലയങ്ങളായിട്ട് ജീവിക്കുവാൻ നമ്മുടെ മക്കൾക്കിടയാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചിന്തി സത്യമായ അറിവിൽ ഉറപ്പിച്ച് ഞങ്ങളുടെ മക്കളെ വളർത്തണമേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം മക്കളെ അച്ഛനോട് ഇന്ന് പ്രാർത്ഥിച്ചേ. ക്ഷീണവും ഒത്തിരി മടുപ്പും തിരക്കൊക്കെയാണ് ധ്യാനത്തിന്റെ. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ഒരു നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോ, അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥന സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഈശോയെ.